ക്വാഡ്രിലാറ്ററൽസിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആൻഡ് പെരിമീറ്റർ 2 ഇൻറ്റു എ പ്ലസ് ബി. ഡയഗണൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് √a² പ്ലസ് b². നെക്സ്റ്റ് ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a². പെരിമീറ്റർ 4a ആണ്. ഡയഗണൽ d = a√2. നെക്സ്റ്റ് പാരലോഗ്രാമിൻ്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. പെരിമീറ്റർ കണ്ടുപിടിക്കാനാണെങ്കിൽ 2 ഇൻറ്റു ബി പ്ലസ് 2 ഇൻറ്റു ലെങ്ത് ഓഫ് അതർ സൈഡ്. ബി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബേസിലുള്ള ബ്രെഡ്ത്താണ് എടുത്തേക്കുന്നത്. സോ 2 ഇൻറ്റു ലെങ്ത് ഓഫ് അതർ സൈഡ്. നെക്സ്റ്റ് ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ക്വാഡ്രിലാറ്ററൽ ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് റോംബസ്. റോംബസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണ്. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡയഗണൽസ് ആയിട്ടുള്ള എ സിയും ബി ഡിയുടെയും പ്രോഡക്റ്റ് എടുത്താൽ മതി. ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി ഡി. നെക്സ്റ്റ് പൊളിഗൺസ് കൂടെ നോക്കാം. പൊളിഗൺസിൽ ഹെക്സഗൺ ആണ് പറയാൻ പോകുന്നത്. ഹെക്സഗണിൻ്റെ ഏരിയ 6 ഇൻറ്റു ഏരിയ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോർമുല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. √3a²/4. അപ്പോൾ 6 ഇൻറ്റു √3a²/4 ആണ്. പെരിമീറ്റർ 6a. നെക്സ്റ്റ് ഒക്ടഗൺ ആണ്. ഒക്ടഗൺസ് എന്ന് പറയുമ്പോൾ 8 സൈഡ് ഉണ്ടെന്നറിയാം. ഏരിയ 4.83a² അല്ലെങ്കിൽ ഹൈറ്റ് ബേസ് പറയുകയാണെങ്കിൽ 0.829h² ചെയ്യാം. പെരിമീറ്റർ 8a. എച്ചിൽ ഹൈറ്റിൽ പറയുന്ന സമയത്ത് 3.32h ആണ്.